കൊച്ചിക്കാരുടെ ഫ്ലവർ ഷോ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് മറൈൻ ഡ്രൈവിലാണേ. 41ാമത്തെ ഫ്ലവർ ഷോ ആണിത്. കൊച്ചി ഫ്ലവർ ഷോ 2025 ഡിസംബർ 22 തുടങ്ങി. ഇനി ന്യൂ ഇയറിൻ്റെ അന്ന് ജാനുവരി 1 വരെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. വളരെ രസമുള്ള കാഴ്ചകളാണ്, വന്ന് കാണണം. ചിലവ് ഒരു 100 രൂപയാണ്. ഒരു മുതിർന്നയാൾക്ക് 100 രൂപ, കുട്ടികൾക്ക് 50 രൂപ ആയാലും മതി. പെറ്റൂണിയ പോലുള്ള ചെടികളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഫ്ലവറിൻ്റെ കാര്യത്തിൽ നമ്മുടെ കണ്ണുകളെ അമ്പരിപ്പിച്ച കാഴ്ചകളാണത്. അത് പെറ്റൂണിയാണ്, പക്ഷെ നാടനല്ല കേട്ടോ. ആന്തൂറിയം അങ്ങനെയല്ല. ആന്തൂറിയം ഏകദേശം എനിക്ക് തോന്നിയതുള്ളത് ഹൈബ്രിഡ് ആണോ എന്ന് സംശയമുണ്ട്. എന്നാലും കുഴപ്പമില്ല. സീനിയ ആയാലും ഡാലി ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ ഏകദേശം ഇവിടെ 54,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഇതിൻ്റെ ഏരിയ പവലിയൻ തയ്യാറാക്കിയിട്ടുള്ളത്. അവിടെയെല്ലാം ഭൂരിഭാഗവും കൂടുതൽ ഉള്ളത് ഇങ്ങനത്തെ ഇലച്ചെടികൾക്ക് പുറമെ ഇതുപോലെ പുഷ്പങ്ങളുള്ള ചെടികളാണ്. പൂക്കളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടാണ്. അതിൻ്റെ പോട്ടായാലും വെർട്ടിക്കൽ പോട്ടായാലും അല്ലെങ്കിൽ സ്റ്റാൻഡായാലും അതുപോലെ തന്നെ വലിയ വലിയ പോട്ടുകളിലായാലും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വലിയൊരു അടിയണിയാണ്. ഏകദേശം ഒരു 10 വർഷത്തിന് മേലെയുള്ള ഒരു അടിയണിയുമായിരിക്കും. ഇതിൻ്റെ കോട്ടക്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഫ്ലവറുള്ള ചെടികളും കുറവല്ല. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കി, ഇത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസത്തിലാണ് നിൽക്കുന്നത്. അത് വിവിധ കളറിലാണ്. അതിങ്ങനെ കൂണ് നിൽക്കുന്നത് പോലെ, കുട നിൽക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. ഒരു ഭാഗത്തിങ്ങനെ പോട്ടുകളിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഈ പ്രാവശ്യം ഈ ഫ്ലവർ ഷോയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത് അറേഞ്ച്മെൻറ്റാണ്. അത് ഭംഗിയായിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇലച്ചെടിക്കും അവിടെ ക്ഷാമമില്ല. ഇത് പല വെറൈറ്റിയിലുള്ള ചെടികളാണ്. ഇതിങ്ങനെ ഒരു ഏരിയ മുഴുക്ക ചുവപ്പും മഞ്ഞയും നീലയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഭംഗിയുള്ള നിറം തന്നെ ആ ഇലയുടെ നോക്കി നല്ല ഭംഗിയിലാണ്. ഇത് ഏകദേശം നല്ലൊരു രീതിയിൽ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നല്ല വർണ്ണാഭമായ ചെടിയാണ്. അതിൻ്റെ വ്യത്യസ്തമായ കളറുകളിലാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി പൂക്കളുള്ള ഭാഗത്തേക്ക് നോക്കിയാൽ അതിമനോഹരമാണ് കാഴ്ചകൾ. അത് നമുക്ക് ആ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് അത് മനസ്സിലാവുക. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഓർക്കിഡും ആ ഭാഗത്തേക്ക് അത് തന്നെയാണ്. ഓർക്കിഡെല്ലാം ഒരു നല്ല രീതിയിൽ സാധാരണ വിസിറ്റേഴ്സിന് അവിടെ ചെന്ന് ആകർഷിച്ച് എടുക്കാൻ പറ്റാത്ത അകലത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഭംഗിയിൽ നമുക്ക് ആസ്വദിക്കാനും പറ്റുന്നുണ്ട്. വാൻ്റെയും കെങ്ങിന് തന്നെയാണ് അതിൻ്റെ ആ പോട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു മനോഹരമാണ്. ഇതൊന്ന് ശ്രദ്ധിച്ച്, ഇതെല്ലാം കൂടി ഒരു പ്രത്യേകിച്ച് ഒരു കിണറിൽ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ, കിണറിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് പോലെ തോന്നുന്നു. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അറേഞ്ച്മെൻറ്റിൽ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവം തന്നെയാണ്. ഇതിൻ്റെ വേരുകളെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിൽ നേരത്തെ കാലേക്കൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന പോലെ തോന്നി. വളരെ ഭംഗിയുണ്ട്. ഓർക്കിഡിൻ്റെ ഭാഗത്തേക്ക് അല്ലെയാണ്. ഓർക്കിഡ് വെറുതെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കല്ല. അവിടെ ഇലച്ചെടികളൊക്കെ അതിനെ അറേഞ്ച് ചെയ്ത് ഫേണായാലും അതുപോലെ മറ്റുള്ള സംഗതിയൊക്കെ എന്തോ ഒരു കാട്ടിൽ ഇത് നിൽക്കുന്ന രീതിയിലേക്ക് അവരത് അറേഞ്ച് ചെയ്യാൻ നല്ല സമർത്ഥമായിട്ട് അതിന് ശ്രമിച്ചിട്ടുണ്ട്. അതിനൊരു വലിയ ഫലം ഉണ്ടായിട്ടുണ്ട്. കണ്ട, ആ ചെടികൾക്ക് ചുറ്റും ഓർക്കിഡ് മാത്രമല്ല നിൽക്കുന്ന, എന്തോ ഒരു വനപ്രദേശത്ത് നിൽക്കുന്ന ഓർക്കിഡിൻ്റെ ഒരു ഭംഗി പോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് മനോഹരമായിട്ടുണ്ട്. ശില്പങ്ങൾക്ക് ശേഷം പിന്നെ ബോൺസായ മരങ്ങളും അതുപോലുള്ള വലിയ മരങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചൈനീസ് വാൾസത്തിൻ്റെ ഒരു നിരയാണ്. ഇതിനധികം പുതുമയായി എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ വർഷവും ഇതേ ഡിസൈനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ഫ്ലവർ വെച്ച് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ഭംഗിയുള്ള രീതി ഇതായിരിക്കണം. അതുകൊണ്ടാവാം. ഇനി ഇതിൻ്റെ നടുഭാഗത്തേക്ക് ചെന്ന് അതിനല്പം കൂടി കഴിഞ്ഞാൽ നമുക്ക് അഡീനിയം തുടങ്ങുകയായി. ഇത് അഡീനിയത്തിൻ്റെ ശേഖരമാണ്. ഇവിടെ നമുക്കെല്ലാം ഗ്രാഫ്റ്റഡ് അഡീനിയങ്ങളാണുള്ളത്. എല്ലാം സെയിൽസിന് പാകത്തിന് നമ്മൾ നഴ്സറി കിട്ടുന്ന രൂപത്തിൽ തന്നെ അതങ്ങനെ ഒരു ഏരിയ മുഴുക്കി ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്.
ഫ്ലവർ ഷോയുടെ ഒരു ഭാഗത്ത് അഡീനിയമാണെങ്കിൽ മറുഭാഗത്ത് ഡെൻഡ്രോബിയമാണ്. അതേപോലെ തന്നെ ഫെലനോപ്സിസും എല്ലാം വളരെ ഭംഗിയായിട്ട് വാൻഡയും എല്ലാം നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഭാഗത്താണ്. വളരെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ വെറൈറ്റിയും നമുക്ക് കാണാൻ സാധിക്കും. നിറത്തിൻ്റെ ഒരു ശരിക്കും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇതിൽ കാണാൻ സാധിക്കുക. ഹെൽത്തിയായ പ്ലാന്റുമാണ്. ഈ അടുത്ത കാലത്ത് കോവിഡിന് ശേഷം ഇങ്ങനെ ഓർക്കിഡും ആൻഡൂറിയും ഒക്കെ ഒരുമിച്ച് വരുന്നത് ഒരു പ്രത്യേകതയായി തോന്നി. സീനിയയും അതിൻ്റെ അടുത്ത് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഫ്രണ്ടിലായി. പിന്നെ റോസാണ്. റോസിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ പല വെറൈറ്റിയും അവിടെയുണ്ട്. ഇനി നമുക്ക് സൂര്യകാന്തിയുടെ അടുത്തേക്ക് പോകാം. സൂര്യകാന്തി ഇങ്ങനെ വരിവരിയായി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, മനോഹരമാണ്. സീനയുണ്ട്, വാൾസിയുണ്ട്, അതുപോലെ തന്നെ ഡാലിയ ഒരു ഭാഗത്തുണ്ട്. ആ ഒരു ഗണത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഇതെല്ലാം വളരെ ഭംഗിയായി പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്, അത് നമുക്ക് കാണാം. ഏകദേശം 5000-ൽ പരം ഓർക്കിഡുകൾ മാത്രമുണ്ട് ഇവിടെ. ഫെലനോപ്സിസും അതുപോലെ അഡീനിയും ഒക്കെ വേറെയാണ് കേട്ടോ. അതെല്ലാം വേറെ പ്ലാന്റുകളുടെ ഗണത്തിൽപ്പെട്ടതാണ്. അതുകൂടാതെയാണ് ഇത്രയും ചെടികൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഫ്ലവർ ഷോ നമുക്ക് നല്ല ഒരു കാഴ്ച നൽകുന്നുണ്ട്. ഇത് പുറത്ത് ഹൈബ്രിഡ് തരത്തിലുള്ള വിത്തുകളും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റാളാണ്. ഇത് ഫ്ലവർ ഷോയുടെ ഭാഗമാണെങ്കിലും അത് വേറെ സ്റ്റാളായിട്ടാണ് ചെയ്യുന്നത്. അവിടെയും നമുക്ക് സംഭവം പർച്ചേസ് ചെയ്ത് പോരാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ചെടികളാണെങ്കിൽ നമ്മുടെ പോക്കറ്റ് അതിന് അനുവാദം നൽകുന്നു എങ്കിൽ നമുക്കിത് വാങ്ങിയിട്ട് പോരാൻ സാധിക്കും. നല്ല ചെടികളാണ്, എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. അതിന് പുറമെ പച്ചക്കറി തൈകളും ഒക്കെ ഇവിടെയുണ്ട്, വിത്തുകളുണ്ട്, അതുപോലെ തന്നെ മറ്റു വസ്തുക്കളൊക്കെ ഉണ്ട്. ഇതെല്ലാം വാങ്ങാനും നല്ല തിരക്കാണ് അവിടെ. അതെല്ലാം വാങ്ങിയിട്ട് നമുക്ക് പോരാൻ പറ്റും. സെക്കുലൻ്റ് അടക്കമുള്ള ചെടികൾ ഈ സ്റ്റോളിൽ ലഭ്യമാണ്. ഇലച്ചെടികളും പച്ചക്കറി വിത്തുമൊക്കെ ഉണ്ട്. എന്തായാലും ഇത് നമ്മുടെ ഈ ചെടികൾക്ക് പുറമെ അതുപോലെ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റോളുകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഒത്തിരി കാര്യങ്ങൾ അവിടെ കടയിലുണ്ട്. ഏറ്റവും മലപ്പുറം കത്തി മുതൽ ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ വസ്തുക്കളും വാങ്ങുന്നതിനും ഉപയോഗപ്രദമായ പല കാര്യങ്ങളും ലഭ്യമാകുന്ന ഒരു കടയാണിത്. ഇതൊരു അച്ചാറിൻ്റെ സ്റ്റോളാണ്. നല്ല ടേസ്റ്റായ സ്റ്റാളാണ്. ഞാനത് സ്വാദിഷ്ടമാണെന്ന് തോന്നി, ഞാൻ കഴിച്ചു നോക്കിയതാണ്. നല്ല അച്ചാറുകൾ, അലുവ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഫ്ലവർ ഷോ നിങ്ങൾ കാണാൻ മറക്കണ്ട. ജനുവരി 1 അവസാനിക്കുന്ന ഫ്ലവർ ഷോ കണ്ടതിന് ശേഷം അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക.